ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും എവിടെണ്ണായിട്ട് വന്നിരിക്കണം ഗൈസ്. ഓക്കെ, നമ്മൾ സീറോ എസ്കേപ്പാണ് ഗൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ് പാർട്ട് 1ഉം പാർട്ട് 2 നമ്മൾ ചാനലിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 3 ആണ് ഗൈസ് ഇത്. ഓക്കെ ഗൈസ്, നമ്മളിത് എങ്ങോട്ടായിരിക്കും ഗൈസ് പോകുന്നത്, ഇത് എവിടെയായിരിക്കും ചെല്ലുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ റൂമല്ല ഗൈസ്. ഓ ഗൈസ്, ഇത് നമ്മുടെ റൂമാണ്. ഓക്കെ, നമുക്കിനി ഈ വഴിക്ക് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും അണ്ടർഗ്രൗണ്ടിലേക്ക്. ഓക്കെ, അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അമ്മച്ചിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് ആ മീനെങ്കിലും എടുക്കണം ഗൈസ്. ആ മീൻ ആ മുതലയുടെ അവിടെ കൊണ്ട് വെക്കാനും ഉണ്ട് നമുക്ക് ഗൈസ്. അമ്മച്ചീൻ്റെ ഉള്ളിലുണ്ട് ഗൈസ്. ഗൈസ് അമ്മച്ചി നമ്മളെ കണ്ടില്ലേ? ആ ഗൈസ്, അമ്മച്ചി നമ്മളെ കണ്ട്. അയ്യോ പിടിക്കില്ലേ ഗൈസ്. അമ്മച്ചി അവിടെ, അമ്മച്ചി പുറകെ വരുന്നുണ്ട് ഗൈസ്. അമ്മച്ചി പുറകെ വരുന്നുണ്ട്. നമുക്ക് തന്ത്രപൂർവ്വം അമ്മച്ചിനെ വെട്ടിച്ച് നമുക്ക് പോകണം ഗൈസ്. ഓക്കെ, അമ്മച്ചിനെ നമുക്ക് ഇവിടെ ഇട്ട് പറ്റിക്കണം. അമ്മച്ചി വരുന്നുണ്ട് ഗൈസ്, അമ്മച്ചി വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അമ്മച്ചി എന്ത് എടാ ഗമ്മച്ചി എടാ അമ്മച്ചി അങ്ങോട്ട് പോയിടാ. ഓ ഗൈസ്, അമ്മച്ചി ആ സൗണ്ട് കേൾക്കണില്ലേ? മീനിൽ നിന്ന് ആ സൗണ്ട് കേൾക്കണോണ്ട് അമ്മച്ചി അങ്ങോട്ട് തന്നെ പോയി ഗൈസ്. ഇതേ പോണ്. ഓക്കെ, നമുക്ക് അമ്മച്ചിനെ എങ്ങനെയും അവിടെ കൊണ്ടുവന്ന് നമുക്ക് പറ്റിച്ചിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ആ മീൻ എടുത്തുകൊണ്ട് പോകണം ഗൈസ്. ഗൈസ്, അമ്മച്ചി നമ്മൾ കണ്ട് ഗൈസ്. അമ്മച്ചി പുറകെ വരുന്നുണ്ട്. നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും അമ്മച്ചിനെ പറ്റിക്കണം ഗൈസ്. ഓക്കെ, അമ്മച്ചി വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കിക്കണം. ഓക്കെ, അമ്മച്ചി വരുന്നുണ്ട് ഗൈസ്. അമ്മച്ചി വരുന്നുണ്ട്. ഈ പ്രാവശ്യം എന്തായാലും അമ്മച്ചി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. വരുന്നത് നമുക്ക് ഇവിടെ ഈ ഭാഗത്തൂടെ കറങ്ങി പോകണം ഗൈസ്. ഓക്കെ, അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, അമ്മച്ചി വരുന്നുണ്ട്. ഈ വഴിവാ. ഓക്കെ ഗൈസ്, അമ്മച്ചി വഴി വണ്ടി. ഓക്കെ, അയ്യോ വേഗം ഓടിക്കോ. അയ്യോ ഗൈസ്, എന്തൊക്കെയോ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ ഒരു സൗണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വഴിക്ക് പോകണം ഗൈസ്. ഈ വഴിക്ക് പോയി നമുക്ക് ആ മീൻ എടുക്കണം ഗൈസ്. കാരണം അവിടെ പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ മുതലേനെ അട്രാക്ട് ചെയ്യണം എന്തെങ്കിലും സാധനം വേണമെന്നാണ് പറഞ്ഞ് സൗണ്ട് കേൾക്കുന്നത്. ഈ മീൻ നമ്മുടെ അമ്മച്ചിനെ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മുതലേനെ അട്രാക്റ്റ് ചെയ്യും ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും അണ്ടർഗ്രൗണ്ടിൽ ഇറങ്ങി പോകണം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇതിൽ വന്നിട്ടുണ്ട് ഗൈസ്. അമ്മച്ചി അണ്ടർഗ്രൗണ്ടിലായിരുന്നു അന്ന് വന്നത്. അതുകൊണ്ടാണ് ഞാൻ അമ്മച്ചിനെ ഇങ്ങനെ പറ്റിച്ചിട്ട് ഈ വഴി കടന്നു പോയത്. അമ്മച്ചിന് പുറകെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. കാരണം അമ്മച്ചി കണ്ടു നമ്മൾ ഈ അണ്ടർഗ്രൗണ്ടിലൂടെ പോണത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഓക്കെ ഈ വഴിയല്ല. ഓക്കെ, ഈ വഴിയല്ല നമുക്ക് ആ വഴി പോകണം ഗൈസ്. ഓക്കെ, ഈ വഴി പോകണം. ഓക്കെ, അത് തുറക്ക്. ഓക്കെ, ഈ വഴി നമുക്ക് പോകണം ഗൈസ്. അമ്മച്ചി ഉള്ളിടത്ത് ഉണ്ടോ നോക്കട്ടെ ഗൈസ്. അമ്മച്ചി ഇവിടെ ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും വേഗം പോകണം ഗൈസ്. ഓക്കെ, അമ്മച്ചി പിടിക്കാതെ നമുക്ക് വേഗം പോകണം. എങ്ങനെയും ആ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ ഗൈസ്. കാരണം ഞാൻ കുറേ കളിച്ചിട്ട് എനിക്ക് ആ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഈ പ്രാവശ്യമെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം ഗൈസ് എനിക്ക്. ഓക്കെ നമുക്ക് ഈ വഴി ഇറങ്ങണം. അയ്യോ ഇറങ്ങ്. ഓക്കെ, നമ്മൾ ഈ വഴി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഈ വഴി പോകണം. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ മീനവിടെ കൊണ്ടുവന്ന് വെക്കണം ഗൈസ്. ഇനി അമ്മച്ചി മിക്കവാറും താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. കാരണം നമ്മൾ മീൻ അവിടെ ഉണ്ടായതുകൊണ്ടാണ് അമ്മച്ചി താഴത്തേക്ക് വരാത്തതെന്നാണ് എനിക്ക് തോന്നണേ. ചിലപ്പോൾ ഈ അമ്മച്ചി ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ മീൻ അവിടെ കൊണ്ടുവന്ന് വെക്കണം ഗൈസ്. നമ്മുടെ ഓക്കെ അതേ മുതല അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, കിടക്കുന്നു മുതല. നമുക്ക് പയ്യെ വഴി ഇറങ്ങണം. ഓക്കെ ഗൈസ്, അവിടെയാണ് വെക്കാനുള്ള മുതല അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഓ ഗൈസ്, അതവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അതിനകത്തുനിന്ന് പാട്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. സൗണ്ട് കേൾക്കുന്നുണ്ട് അതിനകത്തുനിന്ന്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അമ്മച്ചിനെ കാണാനില്ല ഗൈസ്. ദേ മുതല ഗൈസ്, ഞാൻ പറഞ്ഞില്ല ഗൈസ്, ദേ മുതലേനെ അട്രാക്റ്റ് ചെയ്തു ആ സൗണ്ട്. വോ ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ, ആ മുതല മതിൽ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെയായിരുന്നു കളി ഗൈസ്. ഓക്കെ, മിക്കവാറും ഇനി അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു കന്നാസും കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ ടോട്ടൽ 3 കന്നാസം കണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം. കിടക്ക്. ഓക്കെ, നമ്മളെന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ കുറേ ചിത്രങ്ങളുണ്ട് ഗൈസ്. അതാണ് ഏറ്റവും വലിയൊരിത്. കുറേ ചിത്രങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഗൈസ്. ഇത് എവിടെ ഒരു കന്നാസ് ഗൈസ്. ഓ ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ, നമുക്കങ്ങനെ ഫൈനലി 4 കന്നാസും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഈ കന്നാസിനെ അവിടെ കൊണ്ട് വെക്കണം ഗൈസ്. എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. ദേ അമ്മച്ചി. അയ്യോ പിടിച്ച് ഗൈസ്, അമ്മച്ചി ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അയ്യോ, നമ്മളിനിപ്പോൾ എന്ത് ചെയ്യും ഗൈസ്? ഇവിടെ ഇപ്പോൾ സീനായി ഗൈസ്. അമ്മച്ചിയും ഉണ്ട് മുതലും ഉണ്ട് ഗൈസ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗൈസ്? അമ്മച്ചിനെ കാണാനില്ല. നമുക്ക് പയ്യെ പുറത്തേക്ക് ഇറങ്ങാം ഗൈസ്. നോക്കാം അമ്മച്ചി എവിടെ ഗൈസ്. ഗൈസ് കേൾക്കണോ ഗൈസ്? അമ്മച്ചി അവിടെ നിന്ന് ഇറങ്ങുന്നു ഗൈസ്. ഈ മുതൽ അമ്മച്ചിനെ പിടിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്
കാരണം ഈ അമ്മച്ചി വളർത്തണ മുതലേ കണ്ടാണ് ഇത്. അപ്പോൾ നമുക്ക് പയ്യെ മേളിലേക്ക് വരണം ഗൈസ്. ഓക്കെ അമ്മച്ചിനെ നമുക്ക് പറ്റിക്കണം. അമ്മച്ചി വരുന്നുണ്ടോ ഗൈസ്? അമ്മച്ചി വരുന്നുണ്ട് ഗൈസ്. അയ്യോ നമ്മൾ പിടിച്ചു ഗൈസ്. നമ്മൾ പിടിച്ചു. നമ്മളിനി ഇവിടുന്ന് എങ്ങനെയാണ് ഗൈസ് രക്ഷപ്പെടുക? എനിക്കറിയില്ല ഗൈസ്. കന്നാസ് അവിടെ കിടക്കട്ടെ ഗൈസ്. ഓക്കെ അമ്മച്ചി അവിടെ ഇതേ വരുന്ന ഗൈസ്. ഓക്കെ നമുക്ക് ഇന്നലെ ഈ വഴി ഇറങ്ങി പോകണം. അമ്മച്ചിനെ പറ്റിക്കാം ഗൈസ്, അതായിരിക്കും നല്ലത്. അമ്മച്ചിനെ എന്തായാലും നമുക്ക് പറ്റിക്കാം. എവിടെ? നമുക്ക് ഇതേ അമ്മച്ചി അതിൽ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും ഈ വഴി കയറണോ? അമ്മച്ചി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് എന്തായാലും ഈ വഴി കയറാം. ഓക്കെ ഗൈസ് നമ്മൾ അമ്മച്ചിനെ മാത്രം നോക്കിയാൽ പോരാ ഗൈസ്, മറ്റേ മുതലേനെയും കൂടി നമുക്ക് നോക്കണം ഗൈസ്. ദേ അമ്മച്ചി വരുന്നുണ്ട്. ഓക്കെ അമ്മച്ചി വരുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും അമ്മച്ചിനെ വട്ടം ചുറ്റിക്കണം. ഓക്കെ പക്ഷെ നമ്മുടെ അമ്മച്ചി ക്ഷീണിക്കില്ല ഗൈസ്, കാരണം അമ്മച്ചി യങ്ങാണ്, പ്രായം കുറവായ അമ്മച്ചിയാണ് നമ്മുടെ അമ്മച്ചി. എവിളിനണ്ണമ്മച്ചി ഗ്രാനിനെ പോലെ അല്ല. നമുക്ക് ഇതേ മുതലതേ അവിടെ പോയി കിടക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് പയ്യെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാം. ഓക്കെ മുതല പിടിക്കല്ലേ. ഓക്കെ നമുക്ക് എന്തായാലും വീണ്ടും നമ്മളിവിടെ കയറിയിട്ടുണ്ട്. അമ്മച്ചി എവിടെ ഗൈസ്? അമ്മച്ചി എവിടെ? അതേ അമ്മച്ചി വരുന്നുണ്ട് ഗൈസ്. ദേ വരുന്നു അമ്മച്ചി അതിൽ വരുന്നുണ്ട്. നമുക്ക് എങ്ങനെയും ഇവിടുന്ന് എസ്കേപ്പ് ആവണം ഗൈസ്. ഓക്കെ എന്തായാലും കന്നാസെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ആ മറ്റേ ഡോറ് മാത്രമാണ് നമുക്ക് തുറക്കാനുള്ളൂ ഗൈസ്. ആ ഡോറിനുള്ള പാസ്വേഡ് നമുക്ക് കണ്ടുപിടിക്കണം. അത് നമ്മളിപ്പം പൊളിച്ചു കളഞ്ഞ ഇതില്ല ഗൈസ്. നമ്മൾ ആദ്യം കയറി നമുക്ക് ഈ കന്നാസ് കിട്ടിയ സ്ഥലമല്ലേ, മിക്കവാറും അവിടെ ആയിരിക്കും ഇതിൻ്റെ കോഡ് ഉണ്ടാവുക ഗൈസ്. കാരണം അവിടെ ഞാൻ കുറേ ചിത്രം കണ്ടു. ആ ലോക്കിനകത്തും കുറേ ചിത്രങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ അമ്മച്ചി എവിടെ ഗൈസ്? അമ്മച്ചിനെ കാണാനില്ലല്ലോ. അതെ വരുന്നുണ്ട് അമ്മച്ചി വരുന്നുണ്ട് ഗൈസ്. ഓക്കെ നമുക്ക് ഈ വഴി എങ്ങനെയൊന്നും പോകണം ഗൈസ്. ഓക്കെ എങ്ങനെയും എസ്കേപ്പ് ആവണം ഗൈസ്. അമ്മച്ചി പിടിക്കുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നണത്. കാരണം നമുക്കിവിടെ ഒളിച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചി ഇവിടുന്ന് പോകുമെന്ന് എനിക്കറിയില്ല ഗൈസ്. ദേ അമ്മച്ചി ഇതേ താഴത്തേക്ക് ഇറങ്ങി വരുന്ന ഗൈസ്. ദേ വരുന്ന അമ്മച്ചി. ഓക്കെ ഗൈസ് അമ്മച്ചി ദേ വരുന്നുണ്ട്. പുള്ളിക്കാരത്തിന് എങ്ങനെയും മുതൽ പിടിക്കുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ മുതൽ പിടിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അമ്മച്ചി വളർത്തുന്ന മുതലല്ലേ ഗൈസ്. ഓക്കെ ഗൈസ് അമ്മച്ചി എന്തേ? ദേ വരുന്നു മേളിയുടെ വരുന്നുണ്ട് ഗൈസ്. അമ്മച്ചി നമ്മളെ കണ്ടു. താഴത്തേക്ക് ഇറങ്ങിയോ ഗൈസ്? അമ്മച്ചി നമ്മളെ കണ്ടിട്ട് താഴത്തേക്ക് ഇറങ്ങി ഗൈസ്. അമ്മച്ചി ഇതിലും കണ്ട് വരുന്നുണ്ട്. ദേ വരുന്നു ഗൈസ്. നമ്മൾ ഫുൾ ട്രാപ്പിലായി ഗൈസ്. ഓക്കെ കുറേ നേരം നോക്കിയപ്പോൾ ഞാൻ കാണാത്തപ്പോൾ അമ്മച്ചി ഇങ്ങോട്ട് വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അമ്മച്ചി ഇവിടെ വരും ഗൈസ്. ഓക്കെ അണ്ടർഗ്രൗണ്ടിലൊക്കെ പോകുന്ന അമ്മച്ചിക്ക് പിന്നെ ഇവിടെ വരാനാണ് ഗൈസ് പാട്. ഓക്കെ കന്നാസ് എന്തായാലും അവിടെ കിടക്കട്ടെ. ദേ വരുന്ന അമ്മച്ചി. നമുക്ക് പയ്യെ താഴത്തേക്ക് ഇറങ്ങാം ഗൈസ്. അയ്യോ മുതല അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും ഈ വഴി കയറണം. ഈ വഴി കയറിക്കോ. ഓക്കെ അമ്മച്ചി എവിടെ? അയ്യോ ദേ വരുന്ന ഗൈസ് അമ്മച്ചി. ഇപ്പം പിടിച്ചാനെ. അയ്യോ ഓടിക്കോ. ദേ മുതല ഗൈസ്. മുതലേനെ കൂടി നമുക്ക് നോക്കണം ഗൈസ്. അമ്മച്ചി വരുന്നുണ്ട്. ഒക്കെ നമുക്ക് ഈ വഴി കയറണം ഗൈസ്. ഇത് എന്തൊരു നേരം ഇങ്ങനെ കളിക്കുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. അമ്മച്ചി മിക്കവാറും നമ്മൾ പിടിക്കാനാണ് ചാൻസ് കൂടുതൽ. നമുക്ക് എന്തായാലും ഈ കന്നാസ് എടുത്തുകൊണ്ട് പോകാം ഗൈസ്. ഈ കന്നാസ് നമുക്ക് അവിടെ കൊണ്ടു വെക്കാമെന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും ഈ കന്നാസ് അവിടെ കൊണ്ടു വെക്കാം ഗൈസ്. ഓക്കെ ടോട്ടൽ അങ്ങനെ 4 കന്നാസായിട്ടുണ്ട് നമുക്ക് ഗൈസ്. ഇനി മറ്റേ ആ കെട്ടി തൂക്കിടുന്ന ആ സംഭവമില്ലേ, അത് മാത്രം കണ്ടാൽ നമുക്ക് കിട്ടാനുള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ് നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാം. അമ്മച്ചിനെ കാണാനില്ല. ഓക്കെ ഗൈസ് എന്തോ ഒരു മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ അമ്മച്ചി വരുന്നതിൻ്റെ. ഗൈസ് അമ്മച്ചി നമ്മളെ കണ്ടോ? അമ്മച്ചി എവിടെയാണ്? കാണാനില്ലല്ലോ. ഗൈസ് ദേ വരുന്നു ഗൈസ്. അമ്മച്ചി വരുന്നുണ്ട്. ഈ വാതിൽ തുറക്കാൻ പറ്റും ഗൈസ്? ഈ വാതിൽ തുറക്കാൻ പറ്റില്ല ഗൈസ്. നമ്മൾ ട്രാപ്പിലായി. ഇവിടെ നിൽക്കാം. അയ്യോ പിടിച്ച് ഇത് പിടിച്ചു ഗൈസ്. ഓക്കെ അമ്മച്ചിനെ കാണാനില്ലല്ലോ. അതേ വരുന്ന ഗൈസ്. നമ്മൾ പിടിച്ച് അയ്യോ തീർന്ന് ഗൈസ്. അത് അപ്പുറത്തുനിന്ന് നമ്മൾ ആ വാതിൽ തുറക്കണമായിരുന്നു ഗൈസ്. എന്നാൽ മാത്രമേ നമുക്കത് തുറക്കാൻ പറ്റുള്ളൂ ഗൈസ്. അമ്മച്ചി നമ്മളെ പിടിച്ചു ഗൈസ്. ഡേ 2 2ാമത്തെ ദിവസമായിട്ടുണ്ട്. ഈ പ്രാവശ്യം എങ്ങനെയും എനിക്ക് ജയിക്കണം ഗൈസ്. നമ്മളിവിടെ വീണ്ടും എംബോസിഷൻ ചെയ്തുകൊണ്ടിരിക്കണം. ഐ ആം ഗെയിം സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഐ ആം ഗോയിങ് ടു ബി ഗുഡ്. ഓക്കെ നമ്മൾ എന്തായാലും ഇവിടെ എംബോസിഷനും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് എസ്കേപ്പ് ആവണം ഗൈസ്. നമുക്ക് ഈ വഴി പോയാൽ പോരെ? എന്തിനും മറ്റേ വഴി തിരഞ്ഞെടുക്കണം. ഈ വഴി നമുക്ക് പോകണം. ഓക്കെ താഴത്തേക്ക് ഇറങ്ങിക്കോ. ഓക്കെ